ആര് വന്നിട്ട് ഇത്രയും കാലം ആര് വന്നിട്ടും കണക്ക് തന്നെയല്ലോ. എല്ലാവരും മോഹന വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകും. ജയിച്ച് കഴിയുമ്പോൾ എല്ലാവരും കണക്ക് തന്നെ. ഇപ്പോഴത്തെ ഭരണത്തിലൊരു തൃപ്തരാണോ നിങ്ങൾ? അല്ല, ഇത് പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് വന്നാലും മാറ്റം വരാൻ പോണില്ല, BJP വന്നാലും വരാൻ പോണില്ല. അത് അവരവരുടെ ഇതാണ്, അവരവരുടെ കാര്യത്തിന് വേണ്ടിയാണ് അവരൊരു ഇതാക്കുന്നത്. അത് നമുക്കിപ്പോൾ ആര് വരുമെന്നുള്ള രീതിയൊന്നും പറയാനൊന്നും പ്രവചിക്കാനൊന്നും നമ്മൾ ആളല്ല. പക്ഷേ ഈ പ്രാവശ്യം BJP കുറേ വോട്ടുകൾ പിടിക്കും. വിജയം വരും. മിക്കവാറും BJP വരാനാണ് സാധ്യത വരുന്നത്. ഇനി നമ്മളാര് വന്നിരുന്നാലും നമ്മുടെ ജോലി നമുക്ക് ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ, അല്ലേ? നമ്മൾ ചുമ്മാ വീട്ടിൽ ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. ഭരണം മാറ്റം വേണമെന്നാണ് നമ്മളെ ആഗ്രഹം. 10 വർഷം കൊണ്ട് തന്നെ ഈ 5 കൊല്ലം 10 കൊല്ലം കിട്ടിയാൽ 5 കൊല്ലം വളരെ കുഴപ്പമില്ല. ഈ 5 കൊല്ലം വളരെയധികം പ്രശ്നങ്ങളാണ്. സാമ്പത്തികം, മറ്റു കച്ചവടങ്ങൾ, അത് ഇത് എല്ലാം പ്രശ്നമാണ്. മൊത്തം ഇനിയൊരു മാറ്റം ആഗ്രഹിക്കുകയാണ്. UDF വന്നാലേ പറ്റുള്ളൂ. ഭരണം മാറി വരണം. ഇനിയിപ്പോൾ ആരും BJP വരില്ല, അവർക്ക് ഭൂരിപക്ഷം കിട്ടില്ല. നമ്മളെ ഇപ്പോൾ ഇവിടുത്തെ ഭരണം മാറി വരണം. ഇനി എന്നാലും വലിയ പ്രശ്നമില്ല. ടൈറ്റായാലും ആരെങ്കിലും ഒരാൾ വരും. ഭരണം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ജനങ്ങളെ കയ്യിലാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. 10 വർഷം തൃപ്തനല്ല. അതുകൊണ്ടല്ലേ ജനങ്ങളെല്ലാം മടുത്തില്ലേ. ഇപ്പോൾ സ്വർണ്ണക്കള, അത് ഇത് മറ്റുള്ള പ്രശ്നങ്ങൾ, നിറയെ പ്രശ്നങ്ങളാണ്. നമ്മൾ ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ, അത് ഇതെല്ലാം വിലക്കയറ്റം, അത് ഇതെല്ലാം വന്നതല്ലേ. നമ്മൾ 10 വർഷം മടുത്ത്, ഇനിയിപ്പോൾ മടുത്തിരിക്കുകയാണ്. ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിനൊരു മാറ്റം വരണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.